സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ല. തിങ്കളാഴ്ചയോടെയേ ശമ്പളം വിതരണം ചെയ്യാനാകൂ എന്നാണ് വിവരം. പ്രതിഷേധ മാർച്ച് നടത്താനാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിയാത്തതാണ് പ്രതിസന്ധി. വിശദാംശങ്ങളുമായി അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിലയിരുത്തലിനായി ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം അലക്സറ മുഹമ്മദിലേക്ക്. അലക്സ്, എന്താണ് സർക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാങ്കേതികമായ ന്യായീകരണം? വേണു, ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിതെന്നുള്ള കാര്യം നിസ്സംശയമായി പറയാം. നേരത്തെ തന്നെ ഈ ബില്ലുകളുടെയൊക്കെ കാര്യത്തിൽ ധനപ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ട്രഷറി ബില്ലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്, അത് പാസ്സാക്കി പോകുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഇതുവരെയും സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതുണ്ടായി. അതിനർത്ഥം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, ധനപ്രതിസന്ധി അത് എത്രമാത്രം രൂക്ഷമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് അത് പോയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതിനിധികളോട് അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ ട്രഷറി അക്കൗണ്ടിലേക്ക്, അതായത് ഇലക്ട്രോണിക് സേവിങ്സ് ട്രഷറി അക്കൗണ്ട് എന്ന് പറയുന്ന ETSBയിലേക്ക് ആണ് ഇവരുടെ ഈ ശമ്പളം എത്തുന്നത്. അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴി ഈ ശമ്പളം പിൻവലിക്കേണ്ടവർ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ വരും. അവരുടെ ശമ്പളമാണ് 1-ാം തീയതി മുതൽ മുടങ്ങിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഇന്നുമായി ലഭിക്കാതെ വന്നവർ അവരാണ്. ട്രഷറി സേവിങ്സ് അക്കൗണ്ടിലുള്ളവരാണെങ്കിൽ അത് അവർക്ക് നേരിട്ട് ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അതായത് തത്വത്തിൽ ഈ ശമ്പളം നൽകി എന്ന രേഖകളിൽ സർക്കാരിന് കാണിക്കാനായി, പക്ഷേ ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നതും വലിയ പ്രതിഷേധത്തിലേക്ക് അവരെ നയിക്കുന്നതും ഈ ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ടവർ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഒരുപക്ഷെ ആരംഭിച്ചേക്കും. ഇന്ന് 11:30 മണി വരെയും ശമ്പളം അവർക്ക് ലഭിച്ചില്ല എങ്കിൽ, അതിനുള്ള തീരുമാനത്തിലേക്ക് കടന്നില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും എന്നവർ പറയുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പെട്ടെന്നുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 4,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. കേന്ദ്ര നികുതി വിഹിതവും ഒപ്പം IGST വിഹിതവും ഒക്കെയായി ഏതാണ്ട് 4,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് പോലും ഈ ശമ്പളം നൽകി തീർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അത്തരത്തിൽ വലിയ ആശങ്ക ജീവനക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. ഞാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ ഭാരവാഹികൾ നമുക്കൊപ്പമുണ്ട്. ഇർഷാദുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ നമ്മുടെ പ്രശ്നം സത്യത്തിൽ ഇത് സാങ്കേതികമാണ്. എന്താണ് ഈ പ്രശ്നം? സാങ്കേതിക പ്രശ്നം സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന സാങ്കേതിക പ്രശ്നമല്ലാതെ ഒരു പ്രശ്നവുമില്ല. കാരണം സർക്കാർ ജീവനക്കാരന് ETSBയിലേക്കാണ് ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്നത്. ശമ്പളം ഞങ്ങൾ നോക്കുമ്പോൾ ആ ശമ്പളം ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണുന്നു. അതേസമയം ആ ശമ്പളം മറ്റൊരാൾക്ക് മറ്റൊരു ആവശ്യത്തിന് വിനിയോഗിക്കുവാനോ പണമായി മാറ്റുവാനോ കഴിയാത്തൊരവസ്ഥ. ഇതൊരു വിചിത്രമായ സാഹചര്യമാണ് സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സാങ്കേതികത അല്ലാതെ ഒരു തടസ്സവും സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പള കാര്യത്തിലില്ല. മനഃപൂർവ്വം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണോ സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്? പക്ഷേ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവം കൂടിയല്ലേ? അതെ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജീവനക്കാരൻ്റെ ശമ്പളം മുടങ്ങുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷം സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഒന്നുകിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയണം, അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻകാരനോട് പറയാൻ കഴിയണം, ഇതാ ഞങ്ങൾ സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളം പോലും മുടങ്ങിയിരിക്കുന്നു, ആ സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ സഹിക്കണമെന്ന് മറ്റ് പൊതുജനങ്ങളോട് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ഈ ശമ്പളം മുടക്കുന്നതിലൂടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. ഈ ട്രഷറിയിൽ വകയിരുത്തി ഈ പണം മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് എടുത്ത് വക മാറ്റിയെന്ന് സംശയിക്കുന്നുണ്ടോ? അത്തരം സംശയമൊന്നുമില്ല. പക്ഷേ സർക്കാർ റെഗുലേറ്റ് ചെയ്യണം, ട്രഷറിയിലെ പണം റെഗുലേറ്റ് ചെയ്യണം, നിയന്ത്രിച്ച് മാത്രം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കുറച്ച് ദിവസം ഈ ശമ്പളം ഈ തുക ട്രഷറിയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് വീണ്ടും ഈ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാതിരിക്കുവാനുള്ള ഒരു മുൻകരുതലായിരിക്കാം ഒരു പക്ഷേ. ആ മുൻകരുതൽ സ്വീകരിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതല്ല. സർക്കാർ ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള മാർഗമാണ് സർക്കാരും അധികൃതരും അധികാരികളും ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ ജീവിക്കുവാനുള്ള വേതനത്തിൽ കൈവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഒരു തൊഴിലാളി സർക്കാരിനും ഭൂഷണമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ ETSB അക്കൗണ്ട് മുഖേന ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് മാത്രമാണ് പ്രശ്നം. TSB വഴി ട്രഷറിയിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റുന്നവർക്ക് ശമ്പളം ലഭിക്കും. ജീവനക്കാരുടെ സംഘടനയുടെ നേതാക്കന്മാരുടെ പ്രതികരണവും തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നും
സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഈ വാർത്തയുടെ തന്നെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.